ഇവിടെ ഞങ്ങളുടെ ഭാഗം ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, ആ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം, അതിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭരണഘടനയിൽ തന്നെ സെക്കുലർ എന്ന് പറയുന്ന മഹത്തരമായൊരു ആശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുക. സ്വാഭാവികമായും അതിനർത്ഥം നമ്മുടെ എക്സിക്യൂട്ടീവിനും നമ്മുടെ ജുഡീഷ്യറിക്കും അതോടൊപ്പം പിന്നെ നമ്മുടെ പാർലമെൻ്ററി നടപടികൾക്കും പാർലമെൻറ്റിനും ലെജിസ്ലേച്ചറിനും ഒന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് കൂറോ പ്രീതിയോ ഉണ്ടാവുകയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭരണഘടനയ്ക്ക് കീഴിൽ തുല്യരാണ്. ഇതാണ് ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ വ്യക്തിപരമായി ആളുകളുടെ വിശ്വാസം എന്ന നിലയിൽ കാണേണ്ട ഒന്നിനെ സ്റ്റേറ്റ് തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒന്നാക്കി മാറ്റുകയാണ്. ഇത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാമക്ഷേത്രമാണ് BJPയുടെ അജണ്ട. BJP മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ കാശ്മീരിന് ശേഷം പിന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ ചർച്ചകൾക്ക് ശേഷം മുത്തലാഖ് നിരോധന നിയമത്തിന് ശേഷം പൗരത്വ ഭേദഗതി നിയമത്തിന് ശേഷം BJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാക്കി രാമക്ഷേത്രത്തെ മാറ്റുന്നു. വ്യക്തിപരമായ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്നത്? ഇതാണ് പ്രധാന ചോദ്യം. പിന്നെ ശ്രീ ശിവശങ്കർ ഇവിടെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, ശിവശങ്കറിൻ്റെ വാദത്തിൻ്റെ 99% CPIM-നെതിരായ ആക്ഷേപങ്ങളാണ്. കോൺഗ്രസിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അഭിലാഷേ. കോൺഗ്രസിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ശിവശങ്കറിന്. എന്ന് പറഞ്ഞാൽ BJPയെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്താത്ത, അലോസരപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയമായി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പരിണമിക്കുന്നുവെന്ന് BJPയുടെ പ്രതിനിധി തന്നെ കൺവിൻസ്ഡ് ആണ്. അവർക്ക് അസ്വസ്ഥത ആരാണ്? അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇടതുപക്ഷമാണ്, CPIM ആണ്. ഞങ്ങളാണ് ദേശവിരുദ്ധരെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളാണ് രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങളാണ് വിഭജനവാദം ഉന്നയിക്കുന്നതെന്ന് ശിവശങ്കർ പറയുകയാണ്. ശിവശങ്കറിന്റെ കുന്തമുന എവിടേക്കാണ്? CPIM-ലേക്കാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? BJPയും RSSും മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ സങ്കല്പത്തെ ഞങ്ങൾ നിവർന്നു നിന്ന് എതിർക്കുന്നു. അത് പാർലമെന്റിലെ 10 വോട്ടിന് വേണ്ടിയല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് നിലപാട് കൈക്കൊള്ളുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കാനാണ് ശിവശങ്കറിന്റെ പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യ വിരുദ്ധരെന്ന് ആരെയാണ് ശിവശങ്കറെ സൂചിപ്പിക്കുന്നത്? ഇന്ത്യ എന്ന പേര് തന്നെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയല്ലേ? ഇന്ത്യ എന്ന പേര് തന്നെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുകയല്ലേ? അതിനപ്പുറം ഇന്ത്യ വിരുദ്ധത എവിടെയാണ് ഉള്ളത് ശിവശങ്കറെ? ഇന്ത്യ എന്ന പേര് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ട് NCERT-യുടെയും CBSE-യുടെയും സിലബസിൽ നിന്ന് ഇന്ത്യ എന്ന പേര് തന്നെ നിങ്ങൾ മാറ്റുന്നു. ഭരണഘടനയിലെ 1-ാം ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷോൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം എന്നാണ്. ഭാരതം അഥവാ ഇന്ത്യ അല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അതിൽ നിന്ന് ഇന്ത്യയെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളാണോ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്നു രാഷ്ട്രത്തിന്റെ ഐക്യത്തിനാണ് ഇതെല്ലാം. എങ്ങനെയാണ് ശിവശങ്കറെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനെന്ന് നിങ്ങൾ പറയുന്നത്? ബാബറി മസ്ജിദ് എങ്ങനെ അപ്രത്യക്ഷമായി? ബാബറി മസ്ജിദ് എങ്ങനെ അവിടെ തകർക്കപ്പെട്ടു? അത് തകർക്കപ്പെട്ടത് RSSും BJPയും മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടയുടെയും രഥയാത്രയുടെയും പരിസമാപ്തിയാണ്. ഒരു രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാലയത്തെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അതിനുശേഷം രാഷ്ട്ര ഐക്യത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇന്ത്യൻ ഫാസിസത്തിന്റെ സ്വഭാവം നിർണയിക്കുമ്പോൾ നിർണായകമായ ഒരു കാലഘട്ടമല്ലേ 92 ഡിസംബർ 6? ന്യൂനപക്ഷങ്ങളെ പിൽക്കാലത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഈ ഡിസംബർ 6-ന്റെ ബാബറി ധ്വംസനമല്ലേ? അതെങ്ങനെ മറക്കാനാകും? അതിനെ സംബന്ധിച്ചൊരു ഡിബേറ്റ് എങ്ങനെ അപ്രത്യക്ഷമാകും? പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്? ഇപ്പോ കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസ് പറയുന്നു, ചിലര് പറയുന്നു ഞങ്ങൾ പോകും, ചിലർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് എവിടെ? കോൺഗ്രസിന്റെ ദീപ്തി മേരി വർഗീസ് പറയുന്നത് CPIM ഒരു പ്രാദേശിക പാർട്ടിയെ പോലെ എന്നാണ്. CPIM പ്രാദേശിക പാർട്ടിയെ പോലെയല്ല. CPIM ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഭയമില്ല. ഞങ്ങൾക്ക് ഇവരല്ല വലുത്, ഞങ്ങൾക്ക് ഭരണഘടനയാണ് വലുത്. ദീപ്തി മേരി വർഗീസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകീകൃത സിവിൽ കോഡിന് മുന്നിൽ നിലപാടില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറി. പിന്നെ കോൺഗ്രസിന്റെ ഒരു സഹയാത്രികന്റെ വിശദീകരണം ഇവിടെ വരികയുണ്ടായി. മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ത്യയിൽ അടിത്തറയൊരുക്കിയത് CPIM ആണ് എന്ന അസംബന്ധമാണ് ഇവിടെ എഴുന്നള്ളിച്ചത്. ഞങ്ങൾക്ക് എക്കാലവും നിലപാടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഞങ്ങൾ അതിനെതിരായിരുന്നു. നിങ്ങൾ രാജ്യം ഭരിക്കുക, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരാണ്. ഞങ്ങൾ അതിനെ എതിർത്തു.